തിരഞ്ഞെടുപ്പ് ഫലം വന്ന ഒരാഴ്ചയായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാവാതെ കോൺഗ്രസ്. നാളെയോടെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. പ്രതിഷേധങ്ങൾ അവസാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. കർണാടകയിലുള്ള മല്ലികാർജ്ജുൻ ഖർഗെയെ ദില്ലിയിൽ എത്തുന്നതിനനുസരിച്ച് ചർച്ചകൾ പുനരാരംഭിക്കും. രാഹുൽ ഗാന്ധിയും ഖർഗെയും സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്തും. ചർച്ചകൾ പൂർത്തിയായെന്നും ഹൈക്കമാൻഡുടൻ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ചർച്ചയുടെ ആവശ്യമില്ല, എല്ലാ ചർച്ചകളും കഴിഞ്ഞതാണ്. ഇനിയിപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കണം. അത് അവരെടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ വേണ്ടി എത്ര ദിവസം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയതിൽ ജനത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. ഹൈക്കമാൻഡ് എന്ന് തീരുമാനം പറയുമെന്നറിയില്ല. തന്നെ പിന്തുണച്ച ആരും ഫ്ലക്സ് വെക്കേണ്ട, സ്ഥാനത്തിനായി ഫ്ലക്സ് വെച്ചാൽ പരസ്യമായി തള്ളി പറയുമെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ട്, അതിൽ ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയും. വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ബോർഡ് വെച്ചു, അത് നല്ല കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി എൻ്റെ ബോർഡ് ഒരു കാരണവശാലും ആരും വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനെ പരസ്യമായിട്ട് തള്ളി പറയും. അതിനിടെ ഹൈക്കമാൻഡ് നിർദ്ദേശം മറികടന്ന് സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ച സജീവമാണ്. വി.ഡി. സതീശനായാണ് വ്യാപകമായ പ്രചാരണം പുരോഗമിക്കുന്നത്. നൊബിൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നൊബിൽ, ഖർഗെ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ എത്തുമെന്നൊക്കെയാണല്ലോ വിവരം. അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടോടെ ഒരു തീരുമാനം പ്രതീക്ഷിക്കാമോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇന്നിപ്പോൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. കാരണം മല്ലികാർജ്ജുൻ ഖർഗെ നിലവിൽ ദില്ലിയിൽ ഇല്ല, അദ്ദേഹം ബംഗളൂരിലാണ് ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം നാളെ ഉച്ചയോടെ മാത്രമായിരിക്കും ഖർഗെ മടങ്ങിയെത്തുക എന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ മാത്രമായിരിക്കും ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ പ്രഖ്യാപനത്തിലേക്ക് മാറാനുള്ള സാധ്യതയും ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഏറ്റവും നിർണായകമാവുക സോണിയാഗാന്ധിയുടെ അടക്കം ഇടപെടൽ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ഫലപ്രഖ്യാപനം വന്ന് 7 ദിവസമായി. 7 ദിവസം എത്തുമ്പോഴും കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ കടത്താൻ കഴിയാത്ത വലിയ തരത്തിൽ തിരിച്ചടിയാകുന്നുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ഈ വിഷയം ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം പോലും ഇല്ലാത്ത സമയത്ത് പോലും വിജയ്ക്ക് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയും. പക്ഷേ കോൺഗ്രസിന് കേരളത്തിൽ UDF കേരളത്തിൽ ഭൂരിപക്ഷമുണ്ട്. എന്നിട്ടും മുഖ്യമന്ത്രിയെ കടത്താൻ കഴിയാത്തതിൽ രൂക്ഷ വിമർശനമാണ് ഇന്നലെ പ്രധാനമന്ത്രി ഉയർത്തിയത്. ഇത് സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ തരത്തിൽ ചർച്ചയാവുന്ന സാഹചര്യം. ഒപ്പം ദേശീയ തലത്തിൽ BJP ഇതൊരു പ്രചരണ വിഷയമാക്കി മാറ്റുന്നു. ഐക്യം എന്ന് പറയുന്നത് ഒരു സംവിധാനം കോൺഗ്രസ് ഇല്ല എന്ന വിമർശനം ഉയർന്നു. ആ പശ്ചാത്തലമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രഖ്യാപിക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡും ഒരുങ്ങുന്നത് എന്ന് അറിയാൻ കഴിയും. നിലവിൽ ഉള്ള ഈ അശാന്തിയൊക്കെ ഒന്ന് ശാന്തതയിലേക്ക് മാറാൻ വേണ്ടിയുള്ള ശ്രമം കൂടി കോൺഗ്രസ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് അല്പം വൈകുന്നത് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. ഇന്നിപ്പോൾ എന്താണെങ്കിലും ചർച്ചകൾ നടക്കാനുള്ള സാധ്യത കുറവാണ്. നടന്നില്ല എന്താണ് യാഥാർത്ഥ്യം. നിലവിൽ ഇപ്പോഴും MLA-മാരുടെ പിന്തുണയാണെങ്കിൽ അത് KC വേണുഗോപാൽ, അതുപോലെ ജനപങ്കാളിത്തമാണ് വരുന്നതെങ്കിൽ ജനപിന്തുണയാണ് വരുന്നതെങ്കിൽ അത് V.D. സതീശനൊപ്പം പ്രവൃത്തി പരിചയമാണെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം സോണിയാഗാന്ധിയുടെ നിലപാട് അതിൽ ഏറ്റവും നിർണായകമാകും എന്നുള്ളതാണ്. സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു ചർച്ച കൂടി നടക്കുമെന്നാണല്ലോ ഏറ്റവും ഒടുവിൽ അറിയാനാകുന്നത്. റോഷിവാലിക്ക് ഇപ്പോൾ കേരളത്തിൽ ഫ്ലക്സ് യുദ്ധം താൽക്കാലികമായി കെട്ടടങ്ങിയിരിക്കുന്നു. പക്ഷേ സമൂഹമാധ്യമങ്ങളിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള അഭിപ്രായങ്ങൾ അത് ശക്തമായി തന്നെ തുടരുക തന്നെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ, അല്ലേ? സ്മൃതി, അങ്ങനെയാണ്. കാരണം മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ച സജീവമാകുന്നത്. പ്രതിപക്ഷ നേതാവ് V.D. സതീശന് വേണ്ടിയാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി എന്ന തലക്കെട്ടിലൊക്കെ പ്രചാരണം സജീവമായി മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ചില സ്വകാര്യ ചാനലുകളുടെ സർവേ, മുഖ്യമന്ത്രി സർവേയും പങ്കുവെക്കപ്പെടുന്നുണ്ട്. V.D. സതീശന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ പങ്കുവെക്കപ്പെടുന്നത്. ഏതായാലും അത് മുഖ്യമന്ത്രി തീരുമാനം വൈകുന്ന പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ വീണ്ടും സാമൂഹ്യ മാധ്യമത്തിൽ വിഷയം ചർച്ചയാവും. നേരത്തെ രാഹുൽ ഗാന്ധി തന്നെ ഇത്തരം ചർച്ചകൾ പാടില്ലെന്നും പ്രകടനം പാടില്ലെന്നും പറയുകയും V.D. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളിലൂടെ അനുയായികളെ നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തീരുമാനം എന്താണെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അത് വൈകുമ്പോൾ സ്വാഭാവികമായും വൈകാരികമായി ഇനിയും പ്രവർത്തകർ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അത് കോൺഗ്രസ് നേരത്തെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. നിലവിൽ ഏതാണ്ട് പ്രഖ്യാപനം വൈകുന്നതിന്റെ പ്രധാന കാരണമായി ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നത് കാര്യങ്ങളൊന്ന് തണുക്കട്ടെ എന്നാണ്. ഇവിടെ ഉണ്ടായ പ്രതിഷേധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തണുത്ത് പ്രവർത്തകർ നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യം എത്തിയാൽ പ്രഖ്യാപനം എന്നാണ്. നാളെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ നേതാക്കൾ. രമേശ് ചെന്നിത്തല, V.D. സതീശൻ അടക്കമുള്ള നേതാക്കൾ, KC-യുടെ അനുയായികളൊക്കെ പ്രതീക്ഷിക്കുന്നു. KPCC ആസ്ഥാനത്താണ് ഞാനുള്ളത്. ഇവിടെ എല്ലാവരും ആക്റ്റീവാണ്. ഉടനെ പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടി ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. ശരി, പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ നേതാക്കളുള്ളത്. ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത് നാളെ വൈകിട്ടോടെ അറിയാനായി ഇപ്പോൾ നമുക്കത് പറയാൻ കഴിയില്ല.